വാറൻ ബഫറ്റിന്റെ $84 ബില്യൺ ആസ്തിയിൽ 81 ബില്യനും ഉണ്ടായത് അദ്ദേഹത്തിന് 65 വയസ്സ് തികഞ്ഞതിനു ശേഷമാണ്. നമ്മുടെ മനസ്സുകൾക്ക് ചെറിയ വളർച്ചയുടെ ഭാവിയിലെ ശക്തി പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാറില്ല. ഏതൊരു കാര്യവും ഒരുപാട് ആവർത്തിച്ചാൽ ചെറിയൊരു വളർച്ച ഭാവിയിലെ വലിയ ഉയർച്ചയ്ക്കുള്ള ഊർജമായി മാറും. ഒരു സാധാരണ തുടക്കം നിലനിർത്തി സമയം കടന്നുപോകുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. ചെറിയ കാര്യമായി തോന്നുന്നതിനാൽ വളർച്ച എവിടെ നിന്നാണ് വരുന്നത് എന്നും അത് ഭാവിയിൽ എന്തിലേക്ക് എത്തിക്കുമെന്നും നമ്മൾ വിലകുറച്ച് കാണാൻ സാധ്യതയുണ്ട്. ഇത് ബിസിനസ്സിലും ജീവിതത്തിലും ഒരുപോലെ സംഭവിക്കുന്നു. ബിസിനസ് എന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ബിസിനസ് എന്നത് ദൈനംദിന ശീലങ്ങളുടെ ഫലമാണ്. പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുടെ ഒരു ശ്രേണിയായി ജീവിതത്തെ കാണുകയും ഓരോ പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ടു പോകുകയും ചെയ്യുന്നവനാണ് ഒരു സംരംഭകൻ. അതുകൊണ്ട് തന്നെ നല്ല കച്ചവടമെന്നാൽ എല്ലായ്പ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നല്ല, തുടർച്ചയായി തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്നതാണ് കൂടുതൽ പ്രധാനം. നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് ശരികൾ ചെയ്യാൻ പഠിക്കുന്നത്. താഴെ വീണുകൊണ്ടാണ് നമ്മൾ നടക്കാൻ പഠിക്കുന്നത്. വീഴുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നടക്കാൻ പഠിക്കില്ല. അതുകൊണ്ട് തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെ ഒരു അവസാനമായി കാണേണ്ടതില്ല. അതിൽ നിന്ന് പഠിക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യമുണ്ട്. ലോകത്ത് കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കാണാൻ സാധിക്കില്ല. എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇനി അത്തരമൊരു തെറ്റ് എനിക്ക് പറ്റില്ല എന്നാണ്. പക്ഷേ മുൻകൂട്ടി കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നാണ്. ലോകം അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിറഞ്ഞതാണ്. മുൻപ് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ പോലും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തെറ്റുപറ്റാം എന്ന വിചാരം നമ്മുടെ പദ്ധതികളിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓരോ പദ്ധതിയുടെയും പ്രധാനപ്പെട്ട ഭാഗം ആ പദ്ധതി പരാജയപ്പെട്ടാൽ ഉപയോഗിക്കാനുള്ള മറ്റൊരു പദ്ധതിയും അതിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. പദ്ധതി തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ സാധിക്കുന്നതുമായ കാര്യങ്ങളിലാണ് മുഴുവൻ ശ്രദ്ധയും നൽകുന്നത്. പക്ഷേ നമ്മുടെ പദ്ധതിയുടെ വിജയത്തിന് തടസ്സമാകുന്ന മറ്റു കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കണക്കിലെടുക്കാറില്ല. അതുകൊണ്ട് പദ്ധതി തയ്യാറാക്കുമ്പോൾ എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടന്നാൽ എന്താകും എന്ന് മാത്രം ചിന്തിക്കരുത്. ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്നും ചിന്തിക്കണം. ഭാവിയിലെ വരുമാനം കണക്കാക്കുമ്പോഴും തെറ്റുപറ്റാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കണം. അതിനുള്ള ഒരു വക കൂടി മാറ്റിവെക്കണം. നിക്ഷേപങ്ങളിൽ പോലും പ്രതീക്ഷിക്കുന്ന വരുമാനം മുഴുവനും ലഭിക്കില്ലെന്ന് കരുതിയാണ് കണക്കുകൂട്ടേണ്ടത്. കാരണം വളരെ വലിയ നേട്ടങ്ങൾ എപ്പോഴും ഉണ്ടാകില്ല. ഒന്നുകിൽ അത്തരം അവസരങ്ങൾ കുറവായതുകൊണ്ടാകാം, അല്ലെങ്കിൽ അവ കൂടി വരാൻ സമയമെടുക്കുന്നതുകൊണ്ടാകാം. അതുകൊണ്ട് പദ്ധതിയുടെ ഒരു ഭാഗത്ത് തന്നെ തെറ്റുകൾക്കും നഷ്ടങ്ങൾക്കും ഇടം അനുവദിച്ചിട്ടുള്ള ഒരാൾക്ക് മറ്റൊരു ഭാഗത്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. വിജയിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് പരാജയപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്.